ഈ വർഷത്തിൽ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിവാദങ്ങൾ നാം കാണുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യം വലിയ ഹർത്താൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ചില റിപ്പോർട്ടുകൾ മുന്നോട്ട് വന്നപ്പോൾ അവർ മൗനം പാലിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോഹിംഗ്യ മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശികളും ഉൾപ്പെടെയുള്ളവർ വോട്ടർ പട്ടികയിൽ പേരുണ്ട്. അതെങ്ങനെ വന്നെന്ന് ചോദിക്കുമ്പോൾ അവർ ഉത്തരം മുട്ടുകയാണ്, അല്ലേ? വളരെ ശരിയാണ് ശ്രീജിത്ത് പറഞ്ഞത്. ബീഹാറിൽ ഇനിയിപ്പോൾ ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് ബീഹാറിലാണ്. ബീഹാർ തിരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മളിപ്പോൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തിരഞ്ഞെടുപ്പ് നടന്നു. അവിടെയൊക്കെ വളരെ ഏകപക്ഷീയമായ ഒരു വിജയമാണ് BJP കൊയ്തത്. സത്യത്തിൽ ഹരിയാനയിൽ പ്രതിപക്ഷം വളരെ ശക്തമായിരുന്നു, കോൺഗ്രസ് വളരെ ശക്തമായിരുന്നു. പക്ഷേ അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. വലിയ ചലനങ്ങളൊന്നും ഹരിയാനയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. മഹാരാഷ്ട്രയിലും ഡൽഹിയിലും നടന്നു. അതിൽ മഹാരാഷ്ട്രയിലും ഡൽഹിയിലും പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി, കോൺഗ്രസ് അല്ല ഇന്ത്യ മുന്നണി അവിടെ ശക്തമായിരുന്നു. പക്ഷേ ഡൽഹിയിൽ ആപ്പും കോൺഗ്രസും ശത്രുക്കളായി മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പതിവ് പോലെ ഈ ആപ്പിനെ ഇവർ പുറത്തുനിന്ന് സഹായിക്കും, കോൺഗ്രസ് സഹായിക്കും എന്നെല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെ അല്ല സംഭവിച്ചത്. ആപ്പിന് അവിടെ വലിയ തിരിച്ചടി കിട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെ ബീഹാറിൽ വരുമ്പോൾ BJP അവിടെ ഒറ്റയ്ക്ക് ശക്തരാണെങ്കിലും ആ അധികാരം ഒറ്റയ്ക്ക് പിടിച്ചെടുക്കാൻ തക്കവണ്ണമുള്ള ഒരു നമ്പറിലേക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലെത്താൻ BJPക്ക് അവിടെ സാധിച്ചിരുന്നില്ല. അവിടെ എപ്പോഴും ഈ നിതീഷ് അവിടെ ഒരു വലിയ ഫാക്ടറാണ്. ഈ ജനതാ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരു OBC സ്ത്രീകൾക്കിടയിലും വലിയ സ്വാധീനമുള്ള വിദ്യാർത്ഥികൾക്കിടയിലാണ്. കാരണം ഇദ്ദേഹം ഈ അധികാരത്തിൽ വന്നതിന് പിന്നാലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്ക് ഈ സൈക്കിൾ സൗജന്യമായി നൽകി. അവിടെ സ്കൂളുകളൊന്നും ഇല്ലായിരുന്നു. സ്കൂളുണ്ടെങ്കിൽ അധ്യാപകരില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ബീഹാറിലെ പല ജില്ലകളിൽ യാത്ര ചെയ്യുമ്പോൾ സ്കൂളുകളൊന്നും പ്രവർത്തനക്ഷമമല്ല. ആരും വൈദ്യുതിക്ക് പണം കൊടുക്കാറില്ല. വീട്ടിൽ നിന്നൊരു കമ്പി കൊണ്ടുവന്ന് നേരെ ഇതിലേക്ക് എറിയും. വൈകിട്ടാവുമ്പോൾ എറിഞ്ഞ് അതിൽ നിന്ന് വൈദ്യുതി എടുത്തുകൊണ്ട് പോകും. അങ്ങനെയായിരുന്നു ബീഹാറിലെ അവസ്ഥ. ഇതൊക്കെ വളരെ പരിതാപകരമായിരുന്നു ബീഹാർ. ഞാനത് 90കളുടെ ആദ്യ പകുതിയിൽ ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് ബീഹാറിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതിന് കാരണം നിതീഷ് കുമാറാണ്. നിതീഷ് അവിടെ വലിയ വികസനം കൊണ്ടുവന്നു. ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം തന്നെ മാറിപ്പോയി. കുട്ടികൾ സ്കൂളിൽ പോകുന്നു, കൃത്യമായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നു. അതുപോലെ തന്നെ ഈ സർക്കാർ ജോലിക്ക് അവിടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഇടപെടൽ കാര്യക്ഷമമായിട്ട് നടക്കുന്നു, പരീക്ഷകൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ കൃത്യമായിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷകൾ എഴുതി വിജയിച്ച് ജോലിയിൽ പ്രവേശിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. അധ്യാപകരെ നിയമിക്കുന്നു, കഴിവുള്ള അധ്യാപകരെ കണ്ടെത്തി അവിടെ നിയമിക്കുന്നു. അങ്ങനെ അടിമുടി മാറ്റം. പുതിയ റോഡുകൾ വരുന്നു, റെയിൽ വികസനം കൂടുതൽ ശോഭനമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ബീഹാറിൻ്റെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിതീഷിന് സാധിച്ചു. പക്ഷേ നിതീഷിന് ഒരു കെട്ടുറപ്പുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ജനതാദൾ യു, ഐക്യ ജനതാദൾ എന്ന് പറയുന്ന പാർട്ടി. ആ താഴെ തട്ടിൽ കേഡർ സംവിധാനമുള്ളൊരു പാർട്ടിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവിടെ BJP മറിച്ച് കൃത്യമായിട്ട് കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. അതുപോലെ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ലാലുവിൻ്റെ RJDയും ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ഇവിടെ നിതീഷിൻ്റെ വ്യക്തിത്വവും BJPയുടെ കേഡർ സംവിധാനവും കൂടെ ചേരുമ്പോൾ വാസ്തവത്തിൽ ബീഹാർ ഈ NDA മുന്നണി തൂത്തുവാരുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം വന്നു. അവിടെ അനധികൃതമായിട്ട് ഒരുപാട് ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കണം, ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ മുഴുവനും ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ബീഹാർ മാത്രമല്ല ആസാം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അത് നടപ്പാക്കണം എന്ന് കൃത്യമായിട്ട് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ടവകാശം കൊടുക്കാവൂ എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഈ ബീഹാറിൽ നമുക്കറിയാം, ബീഹാറിലും UPയിലും ഡൽഹിയിലും
എന്തിന് ഗുജറാത്തിൽ പോലും റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വളരെയധികം കടന്നു കയറിയിരിക്കുന്ന, മ്യാൻമാറിൽ നിന്ന് കുടിയേറി വന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ധാരാളമായി കുടിയേറിയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെ അവർക്ക് വേണ്ടി ഹർജികൾ സുപ്രീം കോടതിയിൽ വരുന്നു. അവരുടെ കുട്ടികളെ പഠിക്കാൻ ഇവിടെ സ്കൂളുകളിൽ അനുവാദം കൊടുക്കണം, അവരെ ചികിത്സിക്കാൻ സർക്കാർ ആശുപത്രികളിൽ സംവിധാനം കൊടുക്കണം എന്നൊക്കെ ഉള്ള ഹർജികൾ വന്നു. സുപ്രീം കോടതി അത് അനുവദിക്കുകയും ചെയ്തു. മാനുഷികമായ പരിഗണന നൽകി അതൊക്കെ ചെയ്യണം. പക്ഷെ അവർക്ക് വോട്ടവകാശം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? സുപ്രീം കോടതി അതിനെ അംഗീകരിച്ചില്ല. പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചു, ഇത്തരത്തിലുള്ള വോട്ടർമാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി പുറത്താക്കുക. ആ വ്യാജ ആധാർ കാർഡും അതുപോലെ തന്നെ വ്യാജ വോട്ടേഴ്സ് ID കാർഡും ഒക്കെ ആയിട്ട് തിരിച്ചറിയൽ കാർഡും ഒക്കെ ആയിട്ട് അവർ വോട്ട് ചെയ്യാൻ വന്നാൽ കൃത്യമായിട്ട് അവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണം എന്ന് സുപ്രീം കോടതി വളരെ മാന്യമായ ഭാഷയിൽ തന്നെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ പപ്പുവും കൂട്ടരും കൂടി വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തി. എന്താ? BJP വോട്ടർമാരെ പുറത്താക്കുന്നു, BJPയുടെ എതിർ നിൽക്കുന്ന വോട്ടർമാരെ പുറത്താക്കുന്നു, BJPക്കും NDAയ്ക്കും ജയിക്കാൻ വേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ്. 2003 ശേഷം ജനിച്ച ആൾക്കാരുടെ കാര്യത്തിലാണ് കോടതി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിനു മുമ്പ് ഇവിടെ ഉള്ള ആൾക്കാരെ വളരെ കൃത്യമായിട്ട് അറിയാം. അവരുടെ ഐഡൻറ്റിറ്റി ക്ലിയറാണ്, അവരുടെ ആധാർ കാർഡ് ക്ലിയറാണ്, അവരുടെ തിരിച്ചറിയൽ കാർഡ് ക്ലിയറാണ്. അതിനകത്തൊന്നും ഒരു സംശയവും ഇല്ല, ആർക്കും പരാതിയുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ 2003 ശേഷം ജനിച്ച ആൾക്കാരുടെ ഈ തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡും എല്ലാം സസൂക്ഷ്മം പരിശോധിച്ച് അവർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഉറപ്പുവരുത്തി മാത്രമേ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തൂ. അതെന്താണ് ഈ 2004 മുതൽ 2014 വരെ ഇന്ത്യയെ സംബന്ധിച്ച് ഇരുണ്ട ദിനങ്ങളെന്ന് കോടതിക്ക് തന്നെ ബോധ്യമായിട്ടുണ്ടോ? അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഈ ന്യൂനപക്ഷ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് യഥേഷ്ടം വന്നു പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതെ, ഒരു പതിറ്റാണ്ട്, ഇരുണ്ട പതിറ്റാണ്ടാണ്. ഇപ്പോൾ എന്താ അവർക്ക് വേണ്ടി വാദിക്കാൻ വരുന്നതാരാണ്? കപിൽ സിബിൽ, പ്രശാന്ത് ഭൂഷൺ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥിരം ഇന്ത്യ വിരുദ്ധ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന മുതിർന്ന ഈ 10 വർഷം ഇവരുടെ കയ്യിൽ തന്നെയായിരുന്നല്ലോ അധികാരം. അതെ, അതുകൊണ്ട് അല്ല 10 വർഷം അവരുടെ കയ്യിലിരുന്നപ്പോൾ ഇവിടെ നടന്നത് മുഴുവനും ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളാണ് എന്ന് സുപ്രീം കോടതിക്ക് പോലും മനസ്സിലായി എന്നാണ് എനിക്ക് വ്യക്തമാകുന്ന അതാണ്. അപ്പോൾ ഇപ്പോൾ 7 കോടിയോളം വോട്ടർമാരുണ്ട് ഈ 2003 ശേഷം ജനിച്ച ഇത്തരത്തിലുള്ള. അപ്പോൾ അതിൽ ഏതാണ്ട് 83% പേരും വളരെ കൃത്യമായിട്ട് ഈ ഇതിൽ പെടുന്നവരാണ്. കുറേ പേര് മരിച്ചുപോയി. അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണം. ചിലർക്ക് ഡബിളിംഗ് ഉണ്ട്, അതായത് ഇരട്ട വോട്ടുകൾ വന്നിരിക്കും, അതും നീക്കം ചെയ്യണം. അതിനൊക്കെ നടപടിയുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. പിന്നെയാണ് ഈ പറഞ്ഞതുപോലെ നുഴഞ്ഞു കയറിയ ആൾക്കാർ. അത് ചെറുതൊന്നുമല്ല, ഏതാണ്ട് 10-90 ലക്ഷം ആൾക്കാർ നുഴഞ്ഞു കയറിയവരുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്, ഇതെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ. അപ്പോൾ ഈ 7 കോടി ചില്ലുവാനും വരും. ആ വോട്ടർമാരുടെ കാര്യത്തിലാണ് ഈ വിഷയമുള്ളത്. അതിൽ ഏതാണ്ട് 80% പേരും ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. വളരെ കൃത്യമായിട്ട് അവരുടെ പൗരത്വം തെളിയിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള രേഖകളുമായിട്ട് അവർ മുന്നോട്ട് പോയി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതെല്ലാം കൊടുത്തു. അതെങ്ങനെ? ഈ ബ്രാഞ്ച് ലെവൽ ഓഫീസർമാരുണ്ട്, BLOമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിച്ചിരിക്കുന്ന ആൾക്കാർ. ഇത് ഏകപക്ഷീയമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരുടെയും വോട്ടവകാശം എടുത്ത് കളയുകയോ പുതുതായിട്ട് കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഹിയറിംഗ് നടത്തിയാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അതിൽ 80% പേർക്കും പരാതിയില്ല. ഇനി 20%-ത്തിലാണ് ഈ പറഞ്ഞതുപോലെ കുഴപ്പങ്ങളുള്ളത്. ആ 20%-ത്തെ കണ്ടെത്തി കൃത്യമായിട്ട് പരിശോധന നടത്തി വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അതും ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി സമയമുണ്ട്. ഏതാണ്ട് ഒക്ടോബർ നവംബർ മാസം കഴിയുമ്പോഴത്തേക്കാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. അതിനു മുമ്പ് ഈ കാര്യം തീരുമാനിച്ചാൽ മതി. അതുവരെ സമയമുണ്ട്. അതിനു വേണ്ടുന്ന കാര്യങ്ങളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കൂട്ടർ പറയുന്നത് ഇത് NDAക്ക് എളുപ്പത്തിൽ ജയിക്കാനുള്ള ചില സൂത്ര പണികളാണ് എന്നൊക്കെയാണ്. ഇത് ഈ രാജ്യത്ത് നമ്മുടെ പൗരന്മാർക്കാണ് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ അവകാശം. അവരേത് ജാതിയോ ഏത് മതമോ ആകട്ടെ, ഇനി മതമില്ലാത്തവരാകട്ടെ, പക്ഷേ ഒരു ഇന്ത്യൻ പൗരനാണ് ഇന്ത്യയുടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഭരണകൂടം നൽകുന്ന ആനുകൂല്യങ്ങൾ അവർക്കുള്ളതാണ്. നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യയുടെ മക്കൾ. അല്ലാതെ അത് റോഹിംഗ്യകളോ ബംഗ്ലാദേശികളോ പാകിസ്ഥാനികളോ ഒന്നുമല്ല.
അതുകൊണ്ടാണ് അവിടുന്ന് വരുന്നവർക്ക് നമ്മളിവിടെ പൗരത്വം കൊടുക്കാൻ നടപടിക്രമങ്ങൾ ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അതിനാണ് എനിക്ക് അവിടെ കഴിയണ്ട, ഞാൻ ഇന്ത്യയിൽ വരാൻ ആഗ്രഹിക്കുന്നു, പല കാരണങ്ങൾ കൊണ്ട് വരാം. അങ്ങനെ വരുന്ന ആൾക്കാരെ ഇപ്പോൾ ഇവിടേക്ക് വിവാഹം കഴിച്ച് വരുന്നവരുണ്ട്. അങ്ങനെ വരുന്നവർക്ക് ഇവിടെ പൗരത്വം കൊടുക്കാൻ ഇവിടുത്തെ നിയമം അനുശാസിക്കുന്ന മാർഗങ്ങളുണ്ട്. അതിലൂടെ പൗരത്വം കൊടുത്താൽ മതിയാവും. ഇതൊന്നുമില്ലാതെ അവിടെ സർവ്വ കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് അവിടെ നിൽക്കാൻ പറ്റാതെ അഭയാർത്ഥികളായിട്ട് ഓടി വരുന്ന ആൾക്കാർ, നുഴഞ്ഞു കയറി വരുന്ന ആൾക്കാർ മുഴുവനും ഇപ്പോൾ ഇന്ത്യൻ പൗരന്മാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർക്കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെന്താണ് അടിസ്ഥാനം? പപ്പുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്താൽ ഓക്കെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്കാർക്കും പരാതിയൊന്നുമില്ല. ഒരു കോടിക്കണക്കിന് രൂപ, സഹസ്ര കോടികൾ അവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. എങ്കിൽ അതെടുത്ത് കൊടുത്തോളൂ. കോൺഗ്രസ് പാർട്ടിയുടെ പണം എടുത്ത് കൊടുത്തോളൂ. ഏത് പാർട്ടിയുടെ പണം വേണമെങ്കിലും എടുത്തു കൊടുത്തോളൂ. CPM-ൻ്റെയോ BJP-യുടെയോ ഏത് പാർട്ടിയുടെ വേണമെങ്കിലും എടുത്തു കൊടുത്തോളൂ. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ ഖജനാവിൽ നിന്ന് ഒരു ആനുകൂല്യങ്ങളും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് വോട്ടവകാശവും കൊടുക്കാൻ പറ്റില്ല. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയേ നിർവാഹമുള്ളൂ. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുമെന്നും തോന്നുന്നില്ല.